ഇല്ലെങ്കിൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. എല്ലാ ദിവസങ്ങളിലും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് അതിശക്തമായിട്ട് പോസിറ്റീവായിട്ട് മുന്നേറുമ്പോൾ ഈ ഒരു റാലിയിലെല്ലാം തന്നെ പങ്കെടുക്കാതെ പിണങ്ങി നിൽക്കുമായിരുന്നു ഇന്ത്യയുടെ IT സെക്ടർ. ഇതേ IT സെക്ടർ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് രക്ഷകനായിട്ടുണ്ട്. ഗ്ലോബലി അൺസർട്ടനിറ്റി നിലനിൽക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഏർലി മോർണിംഗ് നമുക്ക് വിസിബിൾ ആയത് ഏകദേശം ഒരു 200 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. ഏകദേശം അതേപോലെ തന്നെ 200 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗൺ ഉണ്ടാക്കിയതിന് ശേഷം മാർക്കറ്റ് അതിശക്തമായ രീതിയിൽ റിക്കവറി ചെയ്യാനായിട്ട് ഇന്ന് ഇന്ത്യൻ IT സെക്ടറാണ് പ്രധാനമായിട്ടും നിഫ്റ്റിനെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ നമുക്ക് കാണാം നിഫ്റ്റിയുടെ ടോപ്പ് ഗെയിനേഴ്സ് ലൂസേഴ്സ് കാണാം. TCS തന്നെ, TCS 5.4%, എച്ചിഎൽ ടെക്കം, ഇൻഫോസിസ് തുടങ്ങിയ മുൻനിര IT കമ്പനീസാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഗ്രാസിമും ടാറ്റ സ്റ്റീലും നെസ്ലെ ഉൾപ്പെടെയുള്ള കമ്പനീസ് ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇൻഡിഗോയും ഇന്ന് ഇടിഞ്ഞു 1.5%. കാരണം ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡ് പ്രൈസ് സ്പൈക്ക് ചെയ്ത കാര്യം നമ്മൾ അറിയാം. ഈ ഒരു ഇറാൻ ഇഷ്യൂ രൂക്ഷമായിട്ട് തന്നെ അത് തുടരുകയാണ്. അപ്പോൾ ഈ ഒരു സീസ് ഫയർ പ്രാക്ടിക്കലി ഇത് നിലവിലില്ലാത്തൊരവസ്ഥയാണുള്ളത്. അതായത് US-ഉം ഇറാനും എങ്ങനെയായിരുന്നു പണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്കുകൾ നടത്തുന്നത്, ഇപ്പോഴും അതേ രീതിയിൽ തന്നെ അറ്റാക്കുകൾ തുടരുന്നുണ്ട്. കൂടാതെ തന്നെ ഇറാൻ മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് അവരുടെ US സൈനിക താവളങ്ങളെ ലക്ഷ്യമാക്കിയിട്ട് ഇറാനും ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ UN എല്ലാം തന്നെ, UN മാത്രമല്ല, UN ഉൾപ്പെടെയുള്ള പല ലോക രാജ്യങ്ങളും അവരുടെ കൺസേൺ അറിയിച്ചു. ഗൾഫ് മേഖലയിൽ സംഘർഷം വ്യാപിക്കുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. എനിവേ അത് ഓക്കെ ആകുമെന്നുള്ള രീതിയിലാണ് നമ്മൾ അപ്പോൾ വിശ്വസിച്ച് പോരുന്നത്. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. അതിനു മുമ്പ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ നോക്കാം. ഇന്ന് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിരുന്നു. ഇൻഫ്ലേഷൻ ഡേറ്റ 4.38% സ്പൈക്ക് ചെയ്തു. അപ്പോൾ RBIയുടെ കഴിഞ്ഞ 17 മാസത്തെ ടാർഗറ്റിന് മുകളിൽ ഇന്നത്തെ ഇൻഫ്ലേഷൻ ഡേറ്റ പോയി. അതുപോലെ നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് 3 ബില്യൺ മറികടന്നിട്ടുണ്ട്. ക്രൂഡിൻ്റെ അല്ലെങ്കിൽ ഗോൾഡിൻ്റെ എല്ലാം തന്നെ ഇമ്പോർട്ട് വർദ്ധിച്ചതാണ്, അല്ലെങ്കിൽ അതിന് കൂടുതൽ പൈസ ചിലവായതാണ് ഈ ഒരു നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് ഉയരാനായിട്ട് കാരണമായിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ഈ മാസം നമുക്ക് 26-ാം തീയതിയും 27-ാം തീയതിയും കൊച്ചിയിലും കോഴിക്കോടും നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്. വളരെ പരിമിതമായിട്ടുള്ള സീറ്റാണ് ഉള്ളത്. നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ആദ്യമായിട്ടുള്ളത് നമ്മുടെ HCL ടെക് തന്നെയാണ്. റിസൾട്ട് വന്ന കമ്പനിയാണ്. റിസൾട്ട് മികച്ച റിസൾട്ടായിരുന്നു. 20% ഇയർ ഓൺ ഇയർ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് സർജ് ചെയ്തു. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ 4,626 കോടി രൂപ, 12 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഉള്ളത് ജൂലൈ 17-നാണ്. ഈ HCL ടെക്കിനെല്ലാം തന്നെ 3,300 പേരുടെ ജോബ് കട്ടൊക്കെ നടത്തിയിട്ടുണ്ട്. BL കമ്പനിക്ക് 526 കോടി രൂപയുടെ ഓർഡർ കിട്ടി. കൽപാത്ര പവർ കമ്പനി പ്രീ സെയിൽസ് 6% വർദ്ധിച്ചു എന്ന് കമ്പനി പറഞ്ഞു. കോൺഗോർ കാർഗോ ഓളിയം 9% വർദ്ധിച്ചു. ICC പൊട്ടൻഷ്യൽ ഇന്ന് റിസൾട്ട് വന്നിരുന്നു. നെറ്റ് പ്രോഫിറ്റ് ഇവർക്ക് വന്നത് 784 കോടി രൂപയിൽ നിന്ന് 965 കോടി രൂപയിലേക്ക് ഉയർന്നു. സോമനി സെറാമിക് ഇവർ 75 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവരുടെ എക്സിസ്റ്റിംഗ് പ്ലാനിൽ നടക്കുന്നുണ്ട്. HG ഇൻഫ്രാ കമ്പനി ഇവർക്ക് 240 കോടി രൂപയുടെ ഓർഡർ കിട്ടി. തോമസ് കുക്ക് ഇവർ ട്രാവൽ രംഗത്തുള്ള കമ്പനിയാണ്. അപ്പോൾ ഇവർ Forex കാർഡ് ലോഞ്ച് ചെയ്തു. JBM ഓട്ടോ 500 ഇലക്ട്രിക്കൽ ബസ്സിൻ്റെ ഓർഡർ കിട്ടി. ബജാജ് കൺസ്യൂമർ റിസൾട്ട് വന്നിരുന്നു. നെറ്റ് പ്രോഫിറ്റ് 84% സ്പൈക്ക് ചെയ്ത് 70 കോടി രൂപ. പൂർവങ്കര റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. പ്രീ സെയിൽ 14% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചു എന്ന് കമ്പനി പറഞ്ഞു. സ്റ്റോക്ക് 10% റാലി രേഖപ്പെടുത്തി. LICയുടെ ടോട്ടൽ മാർക്കറ്റ് ഷെയറിൽ 3% കുറവുണ്ടായിട്ടുണ്ട് ഇയർ ഓൺ ഇയർ. TCS ABB ആയിട്ട് ഒരു വലിയ ലോങ് ടൈം കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. TCS റാലി രേഖപ്പെടുത്താനായത് ഒരു കാരണമായിരുന്നു. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റും അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളും നാളെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്യാം. കൂടാതെ നമ്മുടെ ചാനലിൽ നിങ്ങളുടെ എല്ലാ ട്രേഡിംഗ് ഗ്രൂപ്പുകളിലേക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കും അയക്കുക. കാരണം നമ്മൾ പല എക്കണോമിക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഗുണകരമാകും. പഠിക്കുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും ഗുണകരമാകും. അപ്പോൾ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കും നമ്മുടെ ചാനലിൻ്റെ ന്യൂസ് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഓൾ. ബൈ.